രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ചെയ്യാനുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു റിമൈൻഡറാണ്. ഇന്ന് നമ്മൾ ചെയ്യാനുള്ള പുണ്യപ്രവൃത്തി നമ്മൾ ഈ ചിന്തകളിലൊക്കെ പങ്കുവച്ചല്ലോ. മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളൊരു ജപമാല എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യണം. ലോകമെമ്പാടുമുള്ള മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു റിമൈൻഡർ ഉണ്ട്. നമ്മുടെ ഈ ജപമണികളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോവാണ്. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന നിങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. നാളെയും കൂടെ നമുക്കതിനുള്ളൊരു സമയമുള്ളൂ. അപ്പം നാളെ പരമാവധി നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ആ ദിവസം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. വാട്സാപ്പ് നമ്പറിലേക്ക് അതെല്ലാം എഴുതണം, സമർപ്പിക്കണം. അമ്മയോട് ചേർന്ന് ഈശോയെ ലോകത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കാനുള്ള പരിശ്രമത്തിൽ പ്രാർത്ഥനയോടെ നമുക്കും പങ്കാളികളാകാം. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ജപമണികളിലൂടെ ഈശോ